മലയാള സിനിമ സീരിയൽ ലോകത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള ഒരു അപ്രതീക്ഷിത മരണവാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജൂനിയർ ശിവമണി എന്നറിയപ്പെടുന്ന പ്രശസ്ത ഡ്രമ്മർ ജിനോ കെ ജോസ് ആണ് അന്തരിച്ചത്. 47 വയസ്സായിരുന്നു ജിനോയ്ക്ക്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. വൃക്ക സംബന്ധമായ അസുഖങ്ങൾ കാരണം താരം ചികിത്സയിലായിരുന്നു. ജൂനിയർ ജിനോ എന്നാണ് ഇദ്ദേഹത്തിനെ മലയാളികൾ എല്ലാവരും തന്നെ വിശേഷിപ്പിച്ചിരുന്നത്. ജൂനിയർ ജിനോ എന്ന പേര് ഇദ്ദേഹത്തിനിട്ടത് 3.5 പതിറ്റാണ്ടുകളോളമായി സംഗീത മേഖലയിലെ സജീവ സാന്നിധ്യമായിരുന്ന പ്രശസ്ത ഡ്രമ്മറായ ശിവമണി തന്നെയാണ്. അസാമാന്യ കൈവേഗതയോടെ ഡ്രം കൈകാര്യം ചെയ്തിരുന്ന ജിനോ DJ ആയിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. ശിവമണിക്കൊപ്പം നടത്തിയ പ്രകടനമാണ് ജിനോയുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ കഴിഞ്ഞത്. കോവിഡ് കാലത്ത് ജിനോസ് കിച്ചൺ എന്ന പേരിൽ കാറ്ററിംഗ് സർവീസും ഇദ്ദേഹം നടത്തിയിരുന്നു. ലോക്ക്ഡൌൺ കാലത്ത് തന്നെ കലാകാരന്മാർക്കും തെരുവിൽ കഴിയുന്നവർക്കും സഹായങ്ങൾ നൽകിയിരുന്നു. ഇങ്ങനെ ഒക്കെ തന്നെ മലയാളികൾക്ക് എല്ലാവർക്കും സുപരിചിതനായി മാറിയ താരമാണ് ജിനോ. കൂടാതെ കുറച്ചുകാലം ചങ്ങമ്പുഴ പാർക്കിന് സമീപം ബർഗർ ഷോപ്പും നടത്തിയിരുന്നു. എന്നാൽ സ്റ്റേജ് പരിപാടികളുടെയൊക്കെ തന്നെയും തിരക്കുകൾ കാരണം ബർഗർ ഷോപ്പിലേക്ക് അദ്ദേഹത്തിന് പോകാൻ കഴിയാതെ വന്നു. അങ്ങനെ പിന്നീട് അത് നിർത്തുകയായിരുന്നു. പ്രശസ്ത ഡ്രമ്മർ ശിവമണിയോട് അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തി തന്നെയായിരുന്നു ജിനോ. ശിവമണി കേരളത്തിൽ പരിപാടിക്ക് എത്തുമ്പോൾ ഡ്രം സെറ്റ് ഒരുക്കിയിരുന്നത് ജിനോ തന്നെയായിരുന്നു. 33 വ്യത്യസ്ത സംഗീതോപകരണങ്ങൾ വേദിയിൽ കൈകാര്യം ചെയ്ത് ശ്രദ്ധ നേടിയിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് ജോസഫ് എന്നാണ്. വടക്കൻ പറവൂർ ജോസഫിന്റെ മകനാണ് ജിനോ. മലയാള സിനിമയിലെ ഒട്ടുമിക്ക പ്രമുഖ നടിമാരുമായിട്ടും നടന്മാരുമായിട്ടും അടുത്ത സൗഹൃദം തന്നെയാണ് ജിനോയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും ഈയൊരു മരണവാർത്ത ഒട്ടും താങ്ങാനാകില്ല. മീര ജാസ്മിൻ, ബിജു മേനോൻ എന്നിവരൊക്കെയായിട്ടും അടുത്ത സൗഹൃദം പുലർത്തുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ജിനോ. ജിനോയെ ഇന്ന് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ഇദ്ദേഹം ഒരു വേദിയിൽ എത്തിക്കഴിഞ്ഞാൽ ആ വേദിയിൽ പിന്നെ മറ്റൊന്നും ആൾക്കാരും തന്നെ കാണില്ല. എല്ലാ ശ്രദ്ധയും ജിനോയുടെ നേർക്ക് തന്നെയായിരിക്കും. അത്രയ്ക്കും രസമാണ് ഇദ്ദേഹത്തിന്റെ ഓരോ പരിപാടികളും. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിലൂടെ നിരവധി ആരാധകരുമുണ്ട്. സിനിമ സീരിയൽ മേഖലയിൽ നിന്നും നിരവധി പേരാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് എത്തിയിരിക്കുന്നത്.